അസ്സലാമലൈക്കും. ഞാനൊരു അടിപൊളി സ്നാക്കുമായാണ് വന്നത്. കൂടുതൽ പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിരുന്നുകാർ വന്നാലും പേടിക്കാതെ നമുക്ക് അവരെ മുമ്പിൽ നിന്ന് തന്നെ ഇതുണ്ടാക്കാം. അത്ര പണിയില്ലാത്തൊരു സ്നാക്കാണ്. ടേസ്റ്റാണെങ്കിലും അടിപൊളിയാണ്. ബ്രെഡും മുട്ടയും മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 മുട്ട പൊട്ടിച്ച് വയ്ക്കണം. 2 മുട്ടയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. 4 മുട്ടയിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. 1/4 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും, 1 ചുവന്ന മുളക് ക്രഷാക്കിയതും, മല്ലിയില ചെറിയ പീസാക്കിയത്, കറിവേപ്പില ചെറിയ പീസാക്കിയത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ്, എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കണം. നല്ലോണം ഇങ്ങനെ അടിച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എത്രയാണ് ബ്രെഡ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ 3 ബ്രെഡ് ഇതുപോലെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതേ ഷേപ്പിലാണ് കട്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഒരു 4 ബ്രെഡ് മിക്സിയിലിട്ട് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട മിക്സിലേക്ക് ഓരോ ബ്രെഡായി എടുത്തിട്ട് നല്ലോണം മുക്കി കൊടുക്കണം. എന്നിട്ട് ഈ ബ്രെഡ് പൊടിച്ചതിലേക്കും കൂടി മുക്കിയെടുക്കണം. മുട്ടയിലേക്ക് നന്നായി മുങ്ങണം, അല്ലെങ്കിൽ വെണ്ണ കുടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ 4 ഭാഗവും നന്നായി മുക്കിയെടുക്കണം. എന്നിട്ട് ബ്രെഡിലേക്ക് മുക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഞാൻ മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മുട്ടയ്ക്ക് കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ബ്രെഡ് കിട്ടീനി. എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്ത് പോരാം. ലോ ഫ്ലെയിമിലാക്കിയാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് പോരാം. ഇതിലങ്ങനെ വേവാനൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഒരു ഭാഗം ഫ്രൈ ആയാൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമായാൽ എടുത്തു മാറ്റാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഐറ്റംസിൻ്റെ ആവശ്യമില്ല. കൂടുതൽ വാട്ടുകയോ ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എൻ്റെ മറ്റ് വീഡിയോസും കാണാൻ മറക്കരുത്. കുറേ കേക്ക് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്നാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ടുണ്ട്. ഒരുപാട് ഇഫ്താർ സ്നാക്സ് ഉണ്ട്. മൊത്തത്തിലങ്ങ് ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. എണ്ണയൊന്നും കുടിക്കില്ല, കാരണം മുട്ടയിൽ മുങ്ങിയില്ലേ, പിന്നെ ബ്രെഡിലേക്ക് മുക്കിയെടുത്തില്ലേ, അതുകൊണ്ട് എണ്ണയൊന്നും കുടിക്കില്ല. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. രണ്ടാമത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് എടുത്ത് മാറ്റാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വറുത്ത് കോരിയത്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചൂട് പോയാലും ഇത് കറുമുറ തന്നെ ഉണ്ടാകും. ഇതുപോലെ ഉണ്ടാകും ഉള്ളിൽ. താങ്ക് യു. അസ്സലാമലൈക്കും.